ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോ വിധീയതേ. കർമ്മഫലത്തെ കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ജനിച്ചാൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. ഈ കർമ്മങ്ങൾക്കൊക്കെ ഫലവുമുണ്ട്. കർമ്മ തിയറി നമ്മൾ നോക്കി, ഏത് പ്രവൃത്തിക്കും ഫലമുണ്ട്. അപ്പൊ പിന്നെ കർമ്മഫലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിൽ തന്നെ ദൃഷ്ടഫലവും അദൃഷ്ടഫലവുമുണ്ട്. അപ്പോ ഈ ജീവിതത്തില് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എപ്പോഴും കർമ്മനിരതരാണ്. ഫലമുണ്ടാകും. ഈ ഫലം അനുഭവിക്കാനായിട്ട് ഈ ജന്മം മാത്രം പോരാ, അതുകൊണ്ട് ഇനിയും ജന്മം എടുക്കേണ്ടി വരും എന്നുള്ളതാണ് സാധാരണ നിലയ്ക്കുള്ള ഒരു നിയമം. അപ്പോൾ പിന്നെ എങ്ങനെ മോക്ഷം ലഭിക്കും? അതാണ് വിഷയം. കർമ്മഫലം അനുഭവിക്കണമെങ്കിൽ ശരീരം വേണം. അപ്പൊ ശരീരം എടുക്കുന്നത് കൊണ്ട് വീണ്ടും ഇവിടെ വരുന്നത് കൊണ്ട് മോക്ഷം എന്നൊരവസ്ഥ എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് സംശയം. ആ സംശയം പറഞ്ഞു മാറ്റാനാണ് എത്ര തരം കർമ്മങ്ങളുണ്ട് എന്നെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. കർമാണി കതിവിധാനി സന്ധി ഇതി ചേത് ആഗാമി സഞ്ചിത പ്രാരബ്ധ ഭേദേന ത്രിവിധാനി സന്ധി. ചോദ്യം ഇതാണ്, കർമ്മങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എത്ര തരം കർമ്മങ്ങളുണ്ട്? അപ്പോ പറഞ്ഞു ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം, ഇങ്ങനെ 3 ഭേദങ്ങളായിട്ട് കർമ്മങ്ങളുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ആത്മജ്ഞാനത്തിന്റെ ഫലം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശോകങ്ങളിൽ നിന്നും മനോദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കലാണ്. അതാണ് ആത്മജ്ഞാനത്തിന്റെ ഫലം. ഇതിന്റെ പേരാണ് ജീവൻ മുക്തി. അതായത് ശോകങ്ങളിൽ നിന്നും മനോദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം. മരണശേഷം ജീവൻ വീണ്ടും ശരീരം സ്വീകരിക്കാത്ത അവസ്ഥയെ വിദേഹമുക്തി എന്ന് പറയും. അപ്പോ അതിന് കാരണം കർമ്മനാശമാണ്. വിദേഹമുക്തി ഉണ്ടാകാൻ കാരണം കർമ്മനാശമാണ്. കർമ്മനാശം എങ്ങനെ എന്ന് അറിയാൻ ഒരു ജീവന് എങ്ങനെയുള്ള ബന്ധനങ്ങൾ ഉണ്ട് എന്നറിയാം. അതിനാണ് കർമ്മതത്വം അറിയണം എന്ന് പറയുന്നത്. എല്ലാം കർമ്മതത്വത്തിന് അനുസരിച്ച് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് എങ്കിൽ എന്തിന് ഈശ്വരതത്വം? അതാണ് വേറൊരു ചോദ്യം. എല്ലാം കർമ്മതത്വം അനുസരിച്ചേ നടക്കുള്ളൂ എങ്കിൽ ഈശ്വരതത്വത്തിന് ഇവിടെ എന്ത് വില? ഈശ്വരൻ എന്നാൽ ഒരു അറിവ് തത്വമാണ്, ജ്ഞാനതത്വമാണ്. ഈശ്വരൻ എന്നാൽ ഒരു അറിവ് തത്വം. കർമ്മം എന്നാൽ ജഡതത്വമാണ്. കർമ്മം എപ്പോഴും ജഡതത്വത്തിൽപ്പെട്ടതാണ്. ജഡമായ കർമ്മം അറിവുള്ള ഒരു തത്വം മുഖേന മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. കർമ്മമെല്ലാം ജഡമാണ്. അപ്പോ കർമ്മതത്വം പ്രവർത്തിക്കണമെങ്കിൽ ചൈതന്യമായിട്ടുള്ള ഒരു അറിവ് തത്വം അതിനെ ഹെൽപ്പ് ചെയ്യണം, അല്ലാതെ കൊണ്ട് പറ്റില്ല. ഇപ്പോ ട്രാഫിക് റൂൾസിന്റെ കാര്യം പറയുമ്പോൾ ശിക്ഷ നടപ്പാക്കുന്ന സംവിധാനവും ട്രാഫിക് റൂൾസും രണ്ടും വേണം. അപ്പൊ റൂളുണ്ട്, ശിക്ഷ നടപ്പാക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, എന്നാലല്ലേ ആൾക്കാർ അത് അനുസരിക്കുള്ളൂ. അല്ലെങ്കിൽ ആ ട്രാഫിക് റൂൾസിനെ അനുസരിക്കുകയില്ല. ട്രാഫിക് ലൈറ്റ് ശിക്ഷ തരില്ല, അതിന് വേറൊരു സംവിധാനം അപ്പുറം ഉണ്ട്. ഓരോ ജീവനും അവനവന്റെ കർമ്മഫലത്തെ വേർതിരിച്ച് നടത്തി കൊടുക്കുന്ന ശക്തി, ആ ഒരു തത്വമാണ് ഈശ്വരൻ. അതിനാൽ ഈശ്വരനെ കർമ്മഫലദാത എന്ന് നമ്മൾ പറയുന്നുണ്ട്. കഷ്ടതകളെ നേരിടാൻ കാരണം അറിഞ്ഞാൽ എളുപ്പം ആണ് ഈ കാര്യങ്ങൾ അറിയാൻ. കഷ്ടതകളെ നേരിടാൻ ഉള്ള കാരണം അറിഞ്ഞാൽ, കഷ്ടതകളെ നേരിടാൻ അതിന്റെ കാരണം അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് കഷ്ടത എന്നുള്ള കാരണം അറിഞ്ഞാൽ അതിനെ നേരിടാൻ എളുപ്പമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ജന്മത്തിൽ തെറ്റ് ചെയ്യാതിരുന്നിട്ടും ശോകം, ദുഃഖം എന്നിവ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വിഷമം തോന്നും. പക്ഷെ കർമ്മതത്വം അറിഞ്ഞാൽ
ആ മനപ്രയാസം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളെ നമുക്ക് അന്യായം എന്ന് തോന്നും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് വരുന്ന കഷ്ടപ്പാടുകളെ ഇതെന്ത് ന്യായം ഭഗവാനെ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ കർമ്മ തിയറി പ്രകാരം ഇവിടെ ഒരു അന്യായവും നടക്കില്ല. ഈ പ്രപഞ്ചത്തില് അന്യായം എന്നൊരു കാര്യം നടക്കില്ല. അത് നടക്കുന്നു എന്ന് നമുക്ക് തോന്നും. അത് മായയുടെ ഒരു പ്രവർത്തനം. എല്ലാ കർമ്മ തത്വപ്രകാരമേ നടക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും ഇവിടെ നടക്കില്ല. അപ്പോ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപപുണ്യങ്ങളുടെ ഫലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാവി നമുക്ക് നിശ്ചയിക്കാൻ മേലെ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അതാണ് അറിവ് കൂടി പറയുന്നത്. വിവേകം അതിനാണ്, വേദാന്തം അതിനാണ്. നമ്മുടെ ഭാവിയെ, കർമ്മതത്വപ്രകാരമുള്ള ഭാവിയെ നമുക്ക് ഈ ജന്മത്തില് അറിവ് കൊണ്ട്, വിവേകം കൊണ്ട്, വൈരാഗ്യം കൊണ്ട് നമുക്ക് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കാൻ സാധിക്കും. അപ്പോഴാണ് നേരത്തെ ഗ്രഹനിലയുടെ കാര്യമൊക്കെ പറഞ്ഞു. ആൾക്കാർ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നതും ശനി ഉപദ്രവിക്കുന്നു, സൂര്യൻ ഉപദ്രവിക്കുന്നു, ചന്ദ്രൻ ഉപദ്രവിക്കുന്നു ഒക്കെ പറഞ്ഞു. അതൊക്കെ തെറ്റാണ്. അപ്പൊ ഈ ഗ്രഹനിലകൾ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ അതൊരു ഇൻഡിക്കേഷൻ, നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും. നമ്മുടെ കർമ്മ തിയറി പ്രകാരമുള്ള നമ്മുടെ സമയം മോശമായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തില് ഈ ഗ്രഹങ്ങള് ഇന്നന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യർക്ക് ലോകത്തിൽ ഇന്നന്ന ഉണ്ടാകും എന്നുള്ള ആ തിയറി പ്രകാരം രണ്ടും കൂടെ ഒരേ രീതിയിൽ വരും. അപ്പൊ നമുക്കൊരു ഇൻഡിക്കേഷൻ അവിടെ നിന്ന് കിട്ടാം. അല്ലാതെ അവരല്ല അതിന്റെ ആൾക്കാർ. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമ്മുടെ ജീവിതം പോകുമ്പോൾ ഇവരുടെ സഞ്ചാരങ്ങള് ഇന്നന്ന ദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഇന്നതാണ് ഭൂമിയിൽ ഫലമുണ്ടാവുക എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം അവിടെ സത്യമായിട്ട് ഭവിക്കും. അപ്പൊ അത് അവരുടെ കുറ്റമല്ല, അവരവരുടേതായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവരെ ഈശ്വരൻ ഒരു പന്ഥാവൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ കൂടെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ കർമ്മഗതി അനുസരിച്ച് പാപപുണ്യങ്ങൾ വരുമ്പോൾ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ പാപം, ഇന്ന സ്ഥലത്ത് വരുമ്പോൾ പുണ്യം, ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇന്ന ദോഷങ്ങൾ അനുഭവിക്കും ഒക്കെ പറയും. ഇപ്പൊ വെയില് ഇല്ലേ, രാവിലത്തെ വെയിലും ഉച്ചയ്ക്ക് 11 മണിയുടെ വെയിലും 1 മണിയുടെ വെയിലും 4 മണിയുടെ വെയിലും പിന്നെ വെയിലില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണ്, ഭൂമിയല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ചൂട് അനുഭവിക്കുന്നത് ഇതിന്റെ കറക്കം അനുസരിച്ചാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ചൂടിന്റെ അതിന്റെ വ്യത്യാസം വരുന്നത്. എന്ന പോലെ തന്നെയാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കർമ്മതത്വം അറിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ആരെയും വഴി പറയില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാം നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. കർമ്മതത്വം അറിയാത്തതാണ് അധർമ്മം കൂടാൻ കാരണവും. അത് വലിയൊരു കാര്യമാണ്. കർമ്മതത്വം അറിയാത്തതാണ് അധർമ്മത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അധർമ്മം ചെയ്യുന്നവന് ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടുന്നു, നമ്മുടെ നോട്ടത്തിൽ അയാൾ സുഖമായി ജീവിക്കുന്നു, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു, സമ്പത്തുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരെ നോക്കി അറിയാം. അപ്പൊ ഈ കർമ്മതത്വം അതൊന്നും അവർക്ക് അറിയില്ല, ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമില്ല, ആത്മീയമായിട്ടൊന്നും പഠിക്കുന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അധർമ്മം വഴി സമ്പാദിക്കാൻ നോക്കും. കാരണം അവരുടെ മുമ്പിൽ കാണുന്ന ഉദാഹരണങ്ങൾ അധർമ്മം വഴി ആൾക്കാർ പൈസ സമ്പാദിച്ച് അവരുടെ നോട്ടത്തിൽ സുഖമായി കഴിയുന്നതാണ്. അപ്പൊ ഇവർ ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ അധർമ്മം വളരാൻ കർമ്മ തിയറി അറിയാതിരിക്കുന്നത് കൊണ്ടാണ് അധർമ്മം വളരുന്നത്. പക്ഷെ ഈ അധർമ്മമായിട്ട് നമ്മുടെ കുട്ടികൾ തന്നെ അധർമ്മികളായിട്ട് മുന്നോട്ട് പോയി ജീവിച്ചാൽ പിന്നീട് അവർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും, ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം. എത്രയോ മനുഷ്യർ ജനിക്കുന്നു, മരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. അപ്പൊ ജന്മമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പുതിയ എത്രയോ പഠനങ്ങള് പുനർജന്മം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇന്ന് ഏതൊരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പൂച്ച ഏതൊരു ഗുരുവിന്റെ ഒരു അമ്പലം പോലൊരു സ്ഥലം, അവിടുത്തെ ഒരു പ്രതിഷ്ഠ, അവരെല്ലാവരും പോയി നമസ്കരിക്കുന്ന ഒരു പ്രതിഷ്ഠയില് ഈ പൂച്ച പ്രദർശനം വെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പൂച്ച. ആൾക്കാർ വരുന്നു, നമസ്കരിക്കുന്നു, അവിടുത്തെ 2-3 സ്ത്രീകൾ വന്ന് നമസ്കരിക്കുന്നു, അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നു. അപ്പോഴൊക്കെ ഈ പൂച്ച അവിടെ ഇങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ പ്രദർശനം വെക്കുക, ഒരു ചെറിയ ഒരു മുറിക്കകത്ത് ഈ വിഗ്രഹത്തിന് ഇങ്ങനെ പ്രദർശനം വെക്കുക, എത്രയോ പ്രദർശനം വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതേമാതിരി ഒരുപാട് വീഡിയോസ് ഇപ്പോൾ വരാറുണ്ട്. ചില നായ്ക്കളുടെ, ചില പശുക്കളുടെ അമ്പലത്തിൽ പോകുന്ന ശംഖുവിളി കേൾക്കുമ്പോൾ, ഈയിടെ ഒരെണ്ണം കൊണ്ട് ശംഖുവിളി കേൾക്കുന്ന ഉടനെ ഒരു നായ നമസ്കരിക്കുന്നു ഒരു അമ്പലത്തില്. ആ അമ്പലത്തിലെ സ്ഥിരം അവിടെ ചെന്ന് അവിടുത്തെ പ്രസാദം ഭക്ഷണം കഴിക്കുന്ന ഒരു നായ. ആ നായ ശംഖുവിളി കേട്ട ഉടനെ എവിടെയാണോ അവിടെ നമസ്കരിക്കും. ഇതിനൊക്കെ എന്താ നമ്മൾ പറയുക?
അതേമാതിരി ഭജന നടക്കുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് പോകുന്ന ഒരു നായ, അത് ശബ്ദം ഉണ്ടാക്കും. അവിടെ ഭജന നോർത്ത് ഇന്ത്യയാണ്, ഭജന കൂടുമ്പോൾ അത് ഭജന പാടും അതിൻ്റെ ശബ്ദത്തില്, അങ്ങനെ വരണം. പിന്നെ ചില കുരങ്ങന്മാർ ഇതേമാതിരി സ്ഥിരമായിട്ട് ചില സ്ഥലത്ത് പോയി തൊഴുതിട്ട് പോകുന്ന പോലെ. ഇതിനൊക്കെ എന്താണ് മറുപടി പറയാം? ഇതിന് സയൻസിനൊന്നും പറയാൻ പറ്റില്ല. അവിടെയൊക്കെ ശാസ്ത്രമേ പറയാൻ പറ്റുള്ളൂ. ശാസ്ത്രം എന്ത് പറയും? പുനർജന്മമുണ്ട്, കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത ചില പ്രവൃത്തികളുടെ ഫലമായി മനുഷ്യജന്മം കിട്ടാതെ പോകും. അതേസമയം ചില സ്മൃതികൾ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വാസനകൾ ചിലത് ഉള്ളിലും നല്ല വാസനയും ചീത്ത വാസനയും ഉണ്ടാവുമല്ലോ, ചിലത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് സാത്വികമായിട്ടുള്ള പെരുമാറ്റം ആ ജീവികളില്, മനുഷ്യജന്മം അല്ലെങ്കിലും ആ ജീവികളിൽ കാണാം. അപ്പൊ കർമ്മതത്വം അറിയാത്തതാണ് അധർമ്മം കൂടാനായിട്ട് കാരണമാകുന്നത്. ജ്ഞാനിയുടെ മരണശേഷം സമസ്ത കർമ്മങ്ങളും ഫലങ്ങളും അവിടെ നശിക്കും, ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നശിക്കുമെന്ന് നമ്മുടെ ഈ തത്വബോധത്തിൽ പറഞ്ഞപ്പോഴാണ് എത്ര കർമ്മങ്ങളുണ്ട് എന്ന് ചോദ്യം വന്നത്. അപ്പോൾ മൂന്ന് തരം കർമ്മത്തെ പറഞ്ഞു. ഇതുവരെ ഈ കർമ്മങ്ങളെയും ഫലങ്ങളെയും അജ്ഞാനിക്ക് എങ്ങനെ അതിന്റെ കർമ്മഫലവും സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കി. അജ്ഞാനിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, സഞ്ചിതം എല്ലാ കാര്യങ്ങളും നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ജ്ഞാനിയെ ഈ കർമ്മബന്ധനങ്ങൾ ഉണ്ടോ, കർമ്മഫലം എങ്ങനെ ജ്ഞാനിയെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ജ്ഞാനിയെ കർമ്മഫലം എങ്ങനെ ബാധിക്കും? അതിന് സംസ്കൃതത്തിൽ ഇവിടെ ആ വേർഡ്സ് ഉണ്ട്. ജ്ഞാന ഉൽപ്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം പുണ്യപാപരൂപം കർമ്മ യദസ്തി തദാഗാമി ഇതി അഭിധീയതേ. എന്താണ് പറയുന്നത്? ആഗാമി കർമ്മത്തെയാണ് ഇവിടെ പറയുന്നത്. തദാഗാമി ഇത് അഭിധീയതേ. പഴയ പാപപുണ്യ ഫലമനുസരിച്ച് ജീവിക്കുമ്പോൾ, പ്രാരബ്ധത്തിൽ ജീവിക്കുമ്പോൾ പുതിയ കർമ്മങ്ങളാണ് ആഗാമി കർമ്മഫലം. പുതിയ കർമ്മങ്ങളുടെ ഫലം ആഗാമി കർമ്മഫലമായിട്ട് വരും. എല്ലാവരും അജ്ഞാനിയായിട്ടാണ് ജനിക്കുന്നത്. എല്ലാവരും അജ്ഞാനി, നമുക്കറിയാം അജ്ഞാനമാണല്ലോ നമ്മുടെ മെയിൻ പ്രശ്നം. എല്ലാവരും ജനിക്കുന്നത് അജ്ഞാനിയാണ്. അത് മായയുടെ ഒരു പ്രവർത്തനമാണ്. അങ്ങനെ അജ്ഞാനിയായി ജനിച്ച ഒരാള് നമ്മളെ പോലെ 50 വയസ്സ് വരെ അജ്ഞാനിയായിട്ടിരുന്ന് കർമ്മം ചെയ്യുന്നു. അതിനുശേഷം അപ്പൊ അജ്ഞാനിയായിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഒക്കെ ആഗാമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി 50-ാം വയസ്സിൽ കുറച്ച് സത്സംഗങ്ങളൊക്കെ ഉണ്ടായി, വേദാന്തമൊക്കെ പഠിച്ചു, അങ്ങനെ സ്വല്പം ജ്ഞാനം വന്നു. 70 വയസ്സ് വരെ ധർമ്മിഷ്ഠനായിട്ടും ജ്ഞാനത്തോടു കൂടിയൊക്കെ ജീവിക്കുന്നു. അപ്പോഴും പ്രാരബ്ധമനുസരിച്ച് ശരീരമുള്ളത് കൊണ്ട് പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, അല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ജ്ഞാനശേഷം പാപവും പുണ്യവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തില് ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോ വ്യവഹാരത്തില് ശരീരത്യാഗം വരെ പല കർമ്മങ്ങൾ ചെയ്യേണ്ടതായി വരും. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും, ശരീരത്യാഗം വരെ പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും ജ്ഞാനിക്ക്. അതിൽ തെറ്റും കാണും, ശരിയും കാണും. നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ തെറ്റായിട്ട് തോന്നാം, ചിലത് ശരിയായിട്ടും തോന്നും. അപ്പൊ അദ്ദേഹത്തിന് ആ കർമ്മങ്ങൾക്കൊക്കെ ഫലം കിട്ടില്ലേ എന്നാണ് ചോദ്യം. ഇല്ല എന്ന് പറയും. കാരണം ജ്ഞാനി രാഗദ്വേഷങ്ങൾ അപ്പുറമാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേക രാഗമോ പ്രത്യേക ദ്വേഷമോ ഒന്നും ഇല്ല, മോഹമില്ല, ആഗ്രഹങ്ങളില്ല. അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ യാന്ത്രികമായി കർമ്മം ചെയ്യാണ്. ഈശ്വരൻ എനിക്ക് ശരീരം തന്നിരിക്കുന്നു, എനിക്കിതറിയാം, ഞാൻ എൻ്റെ പ്രാരബ്ധത്തിലാണ് ഇരിക്കുന്നത്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാനിതാ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അതാണ് ഗീതയിലെ ആ വലിയ ഒരു രണ്ട് തരത്തിൽ ഗീതയിൽ ഇത് പറയുന്നുണ്ട്. ഒന്ന്, കർമ്മഫല ത്യാഗം എന്നുള്ള ഭാഗത്ത് എല്ലാ കർമ്മങ്ങളെയും ഫലത്തെ ത്യാഗം ചെയ്യുക എന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നെ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ എന്നുള്ള ശ്ലോകം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്നുള്ള ആ ശ്ലോകം. അതും ഇത് തന്നെയാണ്. വേറൊരു തരത്തില് കർമ്മത്തെ എങ്ങനെ ഭഗവാനിൽ സമർപ്പിക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഏത് പ്രവൃത്തിയെയും യജ്ഞമായി സങ്കല്പിച്ച്
യജ്ഞത്തിലെ യജമാനന് ബ്രഹ്മം, യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ഹവിസ് ബ്രഹ്മം, യജ്ഞത്തിലെ അഗ്നി അതും ബ്രഹ്മം. അങ്ങനെ എല്ലാം അന്ന് ഭഗവാന്റെ അവതാര കാലത്ത് യജ്ഞം യാഗങ്ങളായിരുന്നു ഭൂമിയിൽ കൂടുതൽ. അതുകൊണ്ട് യജ്ഞത്തെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാം പെട്ടെന്ന് മനസ്സിലാവും പറയുമ്പോൾ ആൾക്കാർക്ക്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ യജ്ഞത്തെ ഉദാഹരണമായിട്ട് എടുത്തത്. അപ്പൊ ആ യജ്ഞം ചെയ്യുന്ന വ്യക്തി യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ധ്രുവം, അതായത് നെയ്യ് ഹോമകുണ്ടത്തില് ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കയ്യിൽ പോലത്തെ, അതിന് ധ്രുവം എന്ന് പറയും. അത് ബ്രഹ്മം, നെയ്യ് ബ്രഹ്മം, അഗ്നി ബ്രഹ്മം, ഒഴിക്കുന്ന നമ്മള് ബ്രഹ്മം, എല്ലാം ബ്രഹ്മം. ഇനി അതിന്റെ ഫലമോ? അതിന്റെ ഫലമും ബ്രഹ്മകർമ്മ സമാധിന എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ഈ ഹോമം കൊണ്ട് യജ്ഞം കൊണ്ട് നേടേണ്ടതും ബ്രഹ്മപ്രാപ്തി, അതായത് മുക്തി, അതായത് മോക്ഷം. അങ്ങനെ സർവവും ബ്രഹ്മമാക്കി ചെയ്യാണ് ആര്? ഒരു ജ്ഞാനി. അപ്പൊ എങ്ങനെയാ നമുക്ക് പറ്റുക? അതിനാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്നത്. ബ്രഹ്മാർപ്പണം എന്നുള്ള ശ്ലോകം ചൊല്ലാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അത് ഏറ്റവും പെട്ടെന്ന് ഇത് മനസ്സിലായി. ഞാൻ ബ്രഹ്മം, കഴിക്കപ്പെടുന്ന അന്നം ബ്രഹ്മം, ഉള്ളിൽ പോയി ദഹിപ്പിക്കുന്ന അന്നം ബ്രഹ്മം, അങ്ങനെ എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ അന്തസത്ത ഇതാണ്. അവിടെ ബ്രഹ്മാർപ്പണം പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറും. വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. വിശപ്പ് മാറും. അപ്പൊ എന്തായി? സംതൃപ്തിയായി. ഇതുപോലെ വിശപ്പ് മാറുക എന്ന ഫലം അവിടെ ഉണ്ടാകുന്നത് പോലെ ആണ് ബ്രഹ്മാർപ്പണം പറഞ്ഞ് ഒരു യജ്ഞത്തിലെല്ലാം ബ്രഹ്മത്തെ സങ്കല്പിച്ചാൽ യജ്ഞഫലം മോക്ഷപ്രാപ്തി. അത് സമർപ്പണം കൊണ്ടാ സംഭവിക്കുന്നത്. ആ സാധനങ്ങൾ ഉപയോഗിച്ച് യജ്ഞം ചെയ്താൽ എപ്പോഴും ആ ഫലമാണോ? അല്ല. ഒരു കർമ്മം കൊണ്ടും മോക്ഷം കിട്ടത്തില്ല, നേരത്തെ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ ഇത് യജ്ഞം കൊണ്ട് കിട്ടണമെന്ന് ചോദിച്ചാൽ അവിടെ കർമ്മമല്ല അതിന് ചെയ്യുന്നേ, ഭാവനയാണ് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അറിവാണ്, ജ്ഞാനമാണ് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞ ശ്ലോകം ജപിച്ചു കഴിയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം അവിടെ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ, ഞാൻ എന്നുള്ള അഹങ്കാരം പൂർണ്ണമായിട്ടും പോവുകയാണ്. അങ്ങനെ അഹങ്കാരം പൂർണ്ണമായിട്ട് പോയാൽ അതാണ് മുക്തി, അതാണ് മോക്ഷം. അപ്പൊ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു സ്വാമിയുടെ ഒരു ഭക്തൻ പറയുന്നതായിട്ട്, ആരോ ഒരു കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് സ്വാമിയുടെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് സ്വാമിയെയും മറ്റും ഈ കിർലിയൻ ക്യാമറ, അതായത് ഒരാളുടെ ഊർജം അറിയുന്ന ഒരു ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തപ്പോൾ സ്വാമിയുടെ തലയ്ക്ക് ചുറ്റിലുമുള്ള ആ പ്രഭാവലയം, സ്വാമി സഞ്ചരിക്കുമ്പോൾ ഒക്കെ ഉള്ള പ്രഭാവലയം എത്രയോ മീറ്ററുകളോളം, 45 അടിയോ അങ്ങനെ എന്തോ പറയുന്നത്, അത്രയും ദൂരത്തോളം അത് വ്യാപിച്ചിരുന്നു സ്വാമി. അതുകൊണ്ടാണ് സ്വാമിയുടെ സമീപത്തിരുന്ന് സ്വാമി ദർശനവേളയിൽ വന്ന് പോയാൽ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് ആ ഊർജത്തെ ഉൾക്കൊണ്ടിട്ട് വേണം എണീറ്റ് പോകാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ ക്യാമറ കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഒരിക്കൽ കുട്ടികളുമായിട്ട് സ്വാമി വൃന്ദാവനിലോ മറ്റേ സ്വാമി കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുമ്പോൾ അവിടെ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹം ക്യാമറ കൊണ്ടുപോയി ഈ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോസും കുട്ടികള് ബ്രഹ്മാർപ്പണം ചൊല്ലിയ ശേഷം ആ ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത ഫോട്ടോസും തമ്മിൽ ഇദ്ദേഹം ആകസ്മികമായിട്ട് നോക്കുകയുണ്ടായി. അപ്പോ ഈ ബ്രഹ്മാർപ്പണം പറഞ്ഞ ശേഷം ഉള്ള ഫോട്ടോസില് ഈ പ്ലേറ്റിന് ചുറ്റും ഈ ഓറ, ഈ എനർജി പ്രവാഹം ഓരോ പ്ലേറ്റിന് ചുറ്റിലും കാണുകയുണ്ടായി. അപ്പോ അദ്ദേഹം സ്വാമിയോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നതിന്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, ബ്രഹ്മാർപ്പണം എന്ന ആ മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് സർവവും ബ്രഹ്മം എന്നുള്ള അതിലേക്ക് വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഊർജപ്രവാഹമാണ് അവിടെ കണ്ടത് എന്ന് പറയുന്നു. ഇത് ഞാൻ ഇന്നലെ കേട്ടതാണ്, ഇന്നലെ അവിചാരിതമായിട്ടൊരു വീഡിയോ കണ്ടതാണ്. ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു സ്വാമിയാർ മഠത്തിൽ. അതിൽ ബ്രഹ്മാർപ്പണം എന്നുള്ള ശ്ലോകത്തെ കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്, 1 മണിക്കൂർ നേരം. അത് കഴിഞ്ഞ് വന്ന് രാത്രി കിടക്കാൻ നേരത്ത് മൊബൈലിൽ എന്തോ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സംഭവം കാണുകയും കേൾക്കുകയും ഉണ്ടായത്. അപ്പോ നമ്മളെ സ്വാമി വേണ്ട സമയത്ത് വേണ്ടത് കാണിക്കും എന്നുള്ളതൊരു ഉത്തരം ഉദാഹരണം.
അപ്പൊ ഞാൻ അന്ന് അവിടെ ഇത് പറയുകയും ചെയ്തു. ഈ ബ്രഹ്മാർപ്പണം പറഞ്ഞ് ആക്ച്വലി ബ്രഹ്മാർപ്പണം ഭക്ഷണത്തിനുള്ള മന്ത്രമല്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അത് ആക്ച്വലി യജ്ഞത്തിൽ ഉപയോഗിക്കുന്നതും അതിന്റെ മഹത്വം അതാണ്, വെറുതെ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞുള്ളതല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ അതിനെ തിരിച്ചു കാണിച്ചു തന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും അത് പറയണം, പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ അത് തുടങ്ങും എന്ന് ഭഗവാൻ അത് നേരിട്ട് ഒരു ആളിൽ കൂടി അപ്രതീക്ഷിതമായിട്ട് മുന്നിൽ എത്തിച്ചു. അതാണ് ഭഗവാൻ, അതാണ് സ്വാമി. അപ്പോ ഒരു തെറ്റ് നമ്മളവിടെ തിരുത്തപ്പെട്ടു. നമ്മൾ പറയുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് പറയണം, യജ്ഞമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിനെ എടുക്കണം. അങ്ങനെ തന്നെയാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു വ്യക്തമായ ഉദാഹരണം സ്വാമി ഇവിടെ കൊണ്ടുതന്നു. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോ വ്യവഹാരത്തില് ശരീരത്യാഗം വരെ പല കർമ്മങ്ങൾ ചെയ്യേണ്ടതായി വരും. അതിനകത്ത് തെറ്റും കാണും, പുണ്യവും കാണും. അപ്പോ എന്തുകൊണ്ട് അവർക്കത് ബാധിക്കുന്നില്ല? പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷങ്ങളോ അങ്ങനെയൊന്നുമില്ല. ബ്രഹ്മാർപ്പണമായിട്ടാണ് അവർ ഈ സകല കർമ്മങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് നിത്യജീവിതത്തില് പാറ്റ, ഉറുമ്പ് ഇതിനൊക്കെ നമുക്ക് ചില സമയത്ത് കൊല്ലേണ്ടി വരും, ഇല്ലേ? കൊല്ലാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പലതുണ്ട്. ചില ഇഴജന്തുക്കള് കയറി വന്നു കഴിഞ്ഞാൽ കടിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? പാമ്പ് മൂക്കിയകത്ത് പാമ്പ് കയറി വന്നാൽ കടിച്ചോട്ടെ എല്ലാവരും എന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ തല്ലിക്കൊല്ലും, കൊല്ലാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഈ കർമ്മഗതിക്കകത്തുള്ളത്. അതാണല്ലോ ഗീതയെ പറയുന്നത്. അർജുന, നീ കൊന്നോളൂ, ഞാൻ ഇവരെയൊക്കെ ആദ്യമേ കൊന്നു കഴിഞ്ഞു, ഇനി നീ നിന്റെ കർമ്മം ചെയ്യണോ എന്നുള്ളതേ ഉള്ളൂ. ഇവരെയെല്ലാം ഞാൻ ഹനിച്ചു കഴിഞ്ഞു എന്ന് പോകാൻ പറയുന്നുണ്ട് നേരത്തെ. അവരുടെയൊക്കെ എന്താണോ എടുക്കേണ്ടത്, തിരിച്ചെടുക്കേണ്ടത് ഈ ഭൂമിയിൽ നിന്ന്, അവരുടെ ശരീരത്തിൽ നിന്ന് എന്താണോ എടുക്കേണ്ടത് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇനി നീ ജസ്റ്റ് നിന്റെ ഡ്യൂട്ടി അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഭംഗിയായിട്ട് ഭഗവാൻ അതോടെ പറയുന്നുണ്ട്. അവരെല്ലാം ഞാൻ തിരിച്ചെടുത്തു കഴിഞ്ഞു, നീ ജസ്റ്റ് ഒരു ആക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ അതിനകത്തൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അപകടകരമായിട്ട് നമ്മുടെ മുറിയിൽ കയറി വന്നൊരു പാമ്പ് അല്ലെങ്കിൽ ഒരു എലി, ഇതിനെയൊന്നും കൊല്ലുമ്പോ അയ്യോ ഞാൻ മഹാഭാവം ചെയ്താലൊന്നും വിചാരിക്കണ്ട. നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യാം. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇനിയും നമുക്ക് അറിവ് നേടാനുണ്ട്, നമുക്ക് ആ പദത്തിലേക്ക് എത്താനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ശരീരത്തിന്റെ പ്രാരബ്ധം തീരുന്നിടം വരെ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പ്രാരബ്ധം കിട്ടിയ ശരീരത്തെ നശിപ്പിക്കാനായിട്ടുണ്ടാകുന്ന ഏതിനെയും നമുക്ക് എതിർക്കാം. അതാണ് ശാസ്ത്രം. അതിനൊന്നും പാപം ഒന്നുമില്ല. ഇപ്പൊ കൊതുക് വന്നിരുന്ന അടിക്കാൻ പാടില്ലെന്ന് അങ്ങനെയില്ല. കൊതുക് വന്നിരുന്ന അടിക്കാൻ കൊല്ലാം. അത് അതിന്റെ മുറയ്ക്കങ്ങ് നടന്നോളൂ. അതിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ജ്ഞാനിക്ക് ജ്ഞാനം കിട്ടുന്നതിന് മുമ്പും കിട്ടിയ ശേഷവും പാപപുണ്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അവ എന്താകും? അതിനെക്കുറിച്ച് ആചാര്യൻ പിന്നീട്, ശങ്കരാചാര്യര് വൃത്തിയായിട്ട് പിന്നീട് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഈ ജന്മത്തിൽ ചെയ്യുന്ന ആഗാമി കർമ്മത്തെ കുറിച്ചാണ് ആചാര്യൻ പറയുന്നത്. ഈ ജന്മത്തിൽ ചെയ്യുന്ന ആഗാമി കർമ്മം അതിന് എന്ത് സംഭവിക്കും എന്നാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇതിന് ജ്ഞാനിയെ ഉദാഹരണമായിട്ട് ആചാര്യൻ സ്വീകരിക്കുന്നു. അജ്ഞാനിയെയും നമുക്കതിനകത്ത് കൂട്ടി വായിക്കാം. ഭഗവാൻ ഇവിടെ ശങ്കരാചാര്യസ്വാമി പറയുന്നത് ജ്ഞാനിയുടെ കാര്യമാണ്. ഈ ജന്മത്തിലെ ആഗാമി കർമ്മം എന്താകും എന്ന് ജ്ഞാനിയെ ഉദ്ധരിച്ചാണ് പറയുന്നത്. നമുക്ക് അവിടെ അജ്ഞാനിയും കൂടെ ചേർത്ത് വായിക്കാം, തെറ്റില്ല. ജ്ഞാന ഉൽപ്പത്തി അനന്തരം, ജ്ഞാനമുണ്ടായ ശേഷം, ഒരാൾക്ക് ജ്ഞാനം വന്ന ശേഷം, ആ ജ്ഞാനം എപ്പോ വേണമെങ്കിൽ വരാം. നമ്മുടെ മഹാഗുരുക്കന്മാരെ ശ്രദ്ധിച്ചാൽ അറിയാം. രമണ മഹർഷിക്ക് എപ്പോഴാണ് ജ്ഞാനം വന്നത്? അങ്ങനെ കുറെ ഗുരുക്കന്മാരുടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോരോ സമയത്താണ് ജ്ഞാനം ഉദിച്ചിരിക്കുന്നതും അവര് പിന്നെ വീട് വിട്ടു പോകുന്നതും അങ്ങനെ ജ്ഞാനിയായിട്ട് ജീവിക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോ ജ്ഞാന ഉൽപ്പത്തി അനന്തരം, അങ്ങനെ ജ്ഞാനം വന്ന ശേഷം ജ്ഞാനി ദേഹകൃതം, ജ്ഞാനിയുടെ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രാരബ്ധ ശരീരത്താൽ ചെയ്യപ്പെട്ട കർമ്മങ്ങൾ, അതിനെ അജ്ഞാനി പറയുമ്പോ എന്ത് പറയും? ഞാൻ ചെയ്തു എന്ന് പറയും, അല്ലേ? ആ കർമ്മങ്ങളെയൊക്കെ ഞാൻ ചെയ്ത കർമ്മം എന്ന് അജ്ഞാനി പറയുമ്പോൾ ഞാൻ എന്ന അഹങ്കാരത്തെ ഉപയോഗിക്കും. ജ്ഞാനി അങ്ങനെ പറയില്ല. ഈ ശരീരം ചെയ്തതാണത്, ഈ മനസ്സ് ചെയ്തതാണത് എന്നേ പറയുള്ളൂ. ഞാൻ ആത്മാവാണ്, ഞാൻ ഒന്നും ചെയ്യുന്നുമില്ല, കഴിക്കുന്നുമില്ല, കിടക്കുന്നുമില്ല, ഉറങ്ങുന്നുമില്ല, ഒന്നുമില്ല. ഞാൻ നിത്യ ചൈതന്യമായിരിക്കുന്നു. ഈ ശരീരമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളില് അത് ഉറച്ചിരിക്കുന്ന നിഷ്ഠനാണ്. പുണ്യപാപരൂപം കർമ്മ, അല്ലെ? ജ്ഞാന ഉൽപ്പത്തി അനന്തരം ജ്ഞാനി ദേഹകൃതം
പുണ്യപാപരൂപം കർമ്മ, പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങൾ യദസ്തി ഏതൊന്നുണ്ടോ, യദസ്തി അങ്ങനെ ഏതൊന്നുണ്ടോ, തത് ആഗാമി ഇതി അഭിധീയതേ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ആഗാമി എന്ന് പറയുന്നു. ആഗാമി എന്ന് പറയും. അതാണ് ആഗാമി കർമ്മം. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാന ഉൽപ്പത്തിക്ക് ശേഷം ചെയ്യുന്നത് ഏതാണെങ്കിലും അതിനെ ആഗാമി എന്ന് പറയും. അപ്പൊ അടുത്ത ചോദ്യം വന്നു, സഞ്ചിത കർമ്മ കിം? സഞ്ചിത കർമ്മ കിം? അപ്പൊ അതിന് മറുപടി പറയുന്നു, അനന്തകോടി ജന്മനാം, അനന്തകോടി ജന്മനാം ബീജഭൂതം സത്, ബീജഭൂതം സത് യത് കർമ്മജാതം പൂർവാർജിതം, യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. സഞ്ചിതമെന്ന് അറിയൂ, അറിയട്ടെ, അറിയപ്പെടട്ടെ, സഞ്ചിതമെന്ന് അറിയൂ, ജ്ഞേയം അറിഞ്ഞാലും. അനന്തകോടി ജന്മനാം ബീജഭൂതം സത് യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. സഞ്ചിത കർമ്മം എന്നാൽ എന്താണ് നമ്മുടെ ചോദ്യം. സഞ്ചിതം കർമ്മ കിം? ഓരോ ജീവരാശികളുടെയും അടുത്ത് സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന, ജന്മജന്മങ്ങളായി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന കർമ്മഫലങ്ങളെയാണ് സഞ്ചിതം എന്ന് പറയുന്നത്. സഞ്ചിത കർമ്മം പല ജന്മങ്ങളിലെ കർമ്മഫലങ്ങളുടെ കൂട്ടം, ഒരു ശേഖരം. ഇതിൽ നിന്ന് വളരെ വളരെ കുറച്ചാണ് ഒരു ജന്മത്തിനായിട്ട് നമുക്ക് എടുക്കപ്പെടുന്നത്. ഒരു വളരെ ചെറിയൊരു പോർഷൻ എടുക്കുമ്പോഴാണ് ഒരു ജന്മം നമുക്ക് വരുന്നത്. എന്നുവെച്ചാൽ കാര്യം ഇതിന്റെ സ്പാൻ, ഈ ലൈഫ് സ്പാൻ ഒരു 80 or 90 വർഷം കാണും. അപ്പോൾ അതിനകത്തേക്ക് ഉള്ളത് മാത്രം എടുക്കുന്നു, വളരെ ചെറിയൊരു പോർഷൻ എടുക്കുന്നു. അവിടെ കൂട്ടി വെച്ചിരിക്കുന്നത് എത്രയോ ജന്മങ്ങൾക്കുള്ളതാണ് അവിടെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഓരോ ജന്മത്തിൽ പിന്നെ കൂട്ടുകയും ചെയ്യും. അത് നോക്കാം. അപ്പൊ ഗ്രാമത്തില് നെല്ല് സൂക്ഷിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഗ്രാമങ്ങളിൽ വലിയ ഒരു കൂന പോലത്തെ ഒരു വലിയ ഹൈറ്റ്, ഒരാൾ 2-3 ആളുടെയൊക്കെ ഹൈറ്റില് വലിയൊരു കൊട്ട, ഈ എന്താ പറയാ മുള കൊണ്ടൊക്കെ ഉള്ള കൊട്ട പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിനകത്തേക്കാണ് ഓരോ പ്രാവശ്യവും അവർ കൊയ്ത്ത് കഴിയുമ്പോൾ ഈ നെല്ല് കൊണ്ട് സംഭരിക്കുന്നത്, അല്ലെ അവരുടെ ധാന്യങ്ങൾ ഏതാണോ അത് സംഭരിക്കുന്നത്. അത് സംഭരിച്ച് വെച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു ചെറിയ തുള കാണും. ആ തുളയിൽ കൂടെയാണ് കുറേശ്ശെ കൊണ്ട് എടുക്കുന്നത്. മുകളിൽ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും, അടിയിൽ നിന്ന് കുറേശ്ശെ എടുത്തുകൊണ്ടിരിക്കും. അപ്പൊ ഓരോ പ്രാവശ്യവും അതിൽ നിന്ന് കുറെ എടുത്ത് വിതയ്ക്കും. അതിൽ നിന്ന് കുറെയല്ല, കുറച്ചെടുത്ത് വിതയ്ക്കും, അല്ലേ? ഓരോ പ്രാവശ്യം വിതയ്ക്കണമല്ലോ. അപ്പോ വിതയ്ക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ആ കിട്ടുന്നതിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വീണ്ടും ഈ ശേഖരത്തിനകത്ത് കൂട്ടും. അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ വീണ്ടും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വിതയ്ക്കും. അത് വീണ്ടും ഒരുപാടായിട്ട് തിരിച്ചു വരും, അതിനകത്തേക്ക് ഇടും. അപ്പൊ ഏതാ കൂടുതൽ നടക്കുന്നത്? അതിനകത്ത് ഇടുന്നതാണോ എടുക്കുന്നതാണോ കൂടുതൽ നടക്കുന്നത്? അതിനകത്ത് ഇടുന്നതാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും കൂടുന്നത്. എടുക്കുന്നത് കുറവും ഇടുന്നത് കൂടുതലുമാണ്. ഇപ്പോ എന്നാ വിറ്റാലോ എന്നൊന്നും ചോദിക്കരുത്, അതോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല. അതിനകത്ത് കൂടും, എടുത്ത് വിതയ്ക്കുന്നത് കുറവും തിരിച്ചു കിട്ടുന്നത് കൂടുതലുമാണ്. ഇതുപോലെയാണ് ആഗാമി കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ആഗാമി കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആഗാമി കർമ്മം ധാരാളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ഈ പ്രാരബ്ധം കിട്ടി ശരീരം ഉണ്ടല്ലോ, ശരീരം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ന അഹങ്കാരവും കൂടെ ഉള്ളത് കൊണ്ട് ആ എൻ്റെ എന്നുള്ള ഒരു ബോധത്തിൽ കൂടി ധാരാളം കർമ്മങ്ങൾ ചെയ്യും. പലതിലും എല്ലാത്തിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. അതിന്റെയൊക്കെ ഫലം ദൃഷ്ടബലവും അദൃഷ്ടബലവുമായിട്ട് നമ്മുടെ പുറകിൽ ഉണ്ടാകും. അതെല്ലാം കൂടി എവിടെ പോകും? അതെല്ലാം കൂടെ സഞ്ചിതം എന്ന് പറഞ്ഞാൽ കൂട്ടിവെച്ചിരിക്കുന്ന ശേഖരത്തിലേക്ക് പോകും. ആഗാമി വീണ്ടും സഞ്ചിതത്തിൽ ചേർക്കപ്പെടുന്നു. അങ്ങനെ ഈ കുട്ട ഒരിക്കലും കാരിയാകുന്നില്ല. സഞ്ചിതകർമ്മം കാരണ ശരീരത്തില് ഒതുങ്ങിയിരിക്കും. ഈ സഞ്ചിതകർമ്മം എവിടെയാ പോണേന്ന് ചോദിച്ചാൽ, നേരത്തെ പഠിച്ച കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളില് കാരണ ശരീരത്തിലാണ് സഞ്ചിത കർമ്മത്തെ ഒതുക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണോ ഒരു വിത്തിനകത്ത് ഒരു വലിയ ആൽവൃക്ഷം അല്ലെങ്കിൽ വലിയ ഒരു മാവ് എങ്ങനെയാണോ ഒരു ചെറിയ അതിന്റെ മാങ്ങാണ്ടിലോ അല്ലെങ്കിൽ ആലിന്റെ വിത്തിലോ
ഒതുങ്ങിയിരിക്കുന്നത് സൂക്ഷ്മരൂപത്തില് അതിസൂക്ഷ്മ രൂപത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ബീജരൂപേണ. അതുപോലെ നമ്മുടെ കാരണ ശരീരത്തിൽ ഈ സഞ്ചിത കർമ്മം അതിസൂക്ഷ്മമായി ബീജരൂപേണ ഇരിക്കും. അവിടെ നിന്നാണ് ജന്മങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കാരണ ശരീരം പ്രാരബ്ധത്തോടുകൂടി പുറത്തു വരും അതാത് സമയം. അതായത് പ്രളയം കഴിഞ്ഞ് ഒരു പ്രളയം കഴിഞ്ഞ് അടുത്ത പ്രളയം വരുമ്പോഴും ആ പ്രളയത്തില് കാരണശരീരങ്ങൾ ഒതുങ്ങിയിരിക്കും, ലയിച്ചിരിക്കും. പിന്നീട് അടുത്ത ആ സൃഷ്ടി തുടങ്ങുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാത് കാരണശരീരം അതാത് പ്രാരബ്ധത്തോടുകൂടി പുറത്തു വരും. കർമ്മം പ്രളയം കൊണ്ട് പോലും നശിക്കില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. കർമ്മഫലങ്ങൾ പ്രളയം കൊണ്ട് പോലും നശിക്കില്ല. ഈ പ്രളയം തീർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രളയത്തിൽ ഞാൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അതോടുകൂടി എന്റെ ശരീരം തീർന്നല്ലോ, എനിക്കിനി ജന്മമൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രളയം വരെ എങ്ങനെയും പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കില്ല. പ്രളയത്തിലും കർമ്മത്തിന് നാശം ഇല്ല. കാരണശരീരമായി പ്രളയത്തില് അതവിടെ ഉണ്ടാകും. വീണ്ടും പ്രളയം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സൃഷ്ടി ഈശ്വരൻ തുടങ്ങുമ്പോൾ ബ്രഹ്മാവ്, അതിനാണ് തപ എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞതും ബ്രഹ്മാവ് തപസ്സിനിരുന്നതും കഴിഞ്ഞ ഇതില് എങ്ങനെയാണോ ഞാൻ സൃഷ്ടി നടത്തിയെ അത് വീണ്ടും അദ്ദേഹത്തിന് ഓർമ്മ വരികയും ആ സൃഷ്ടി വീണ്ടും തുടരുകയും ചെയ്തു. അതിന് വേണ്ടതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? എല്ലാം കാരണ ശരീരങ്ങളായിട്ട് ആ പ്രളയത്തില് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത് വീണ്ടും സൃഷ്ടി നടത്തി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അനന്തകോടി ജന്മനാം ബീജഭൂതം സത്ത്, അനന്തകോടി ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ വിത്ത് യത് കർമ്മജാതം, ഏത് കർമ്മങ്ങൾ കൊണ്ട് ഉണ്ടായതാണോ അത് പൂർവ ആർജിതം തിഷ്ഠതി, മുമ്പ് സമ്പാദിച്ചതായി ഇരിക്കുന്നു. അനന്തകോടി ജന്മനാം ബീജഭൂതം സത്ത്, അങ്ങനെയുള്ള ആ കൂട്ടി വെച്ചിരിക്കുന്നത് ഏത് കർമ്മം കൊണ്ടാണ് ഉണ്ടായത് അത് പൂർവ ആർജിതമായിട്ട് ഉള്ളതാണ്. പൂർവ ആർജിതം തിഷ്ഠതി, മുമ്പ് സമ്പാദിച്ചതായി ഇരിക്കുന്നു. തത്ത് സഞ്ചിതം ജ്ഞേയം, അത് സഞ്ചിതമെന്ന് അറിയണം. അതാണ് സഞ്ചിതമെന്ന് അറിയണം, നിങ്ങൾ അറിയണം എന്ന്. ജന്മമാണോ കർമ്മമാണോ ആദ്യം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്, മാവാണോ വണ്ടിയായത് ആദ്യം ഉണ്ടായത് എന്നുള്ളതിനൊന്നും മറുപടി ഇല്ലാത്ത പോലെ തന്നെയാണ് ഇതിന്റെയും കാര്യം. അത് മറുപടി അർഹിക്കുന്ന ഒരു ചോദ്യമല്ല. വിശദീകരിക്കാൻ പറ്റാത്തത് പറയുന്നുണ്ടല്ലോ, ആത്മതത്വത്തെ പറയുമ്പോൾ അത് ആർക്കും വിശദീകരിക്കാൻ പറ്റില്ല, ആർക്കും കാണിച്ചു കൊടുക്കാനും പറ്റില്ല. അത് ജ്ഞാനം കൊണ്ട് നേടാവുന്നത് മാത്രമാണ്. കർമ്മതത്വം സെൽഫ് റെസ്പോൺസിബിലിറ്റിക്കും ധർമ്മചിന്തയ്ക്കും വേണ്ടിയിട്ടാണ് കർമ്മതത്വത്തെ മനസ്സിലാക്കേണ്ടത്. സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഓരോന്നിന്റെ റെസ്പോൺസിബിലിറ്റിയും അവരവൻ ഏറ്റെടുക്കണം. നമ്മൾ ആരെയും പഴിക്കരുത്. നമ്മുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായി വരുന്നതാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ ധർമ്മപരമായിട്ട് ജീവിക്കണം. കാരണം നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെ. ഈ രണ്ട് കാര്യമാണ് കർമ്മ തിയറി നമുക്ക് തരുന്നത്, വേറെ ഒന്നും തരാനില്ല. ഈ ഒരു അറിവ് നമുക്ക് തരും. ഇതാണ് കർമ്മ തിയറി തരുന്നത്. മറ്റുള്ളവരെ പഴിക്കാതിരിക്കാൻ കർമ്മതത്വം വളരെയധികം ഉപകരിക്കും. ഇതറിഞ്ഞാൽ ആരെയും പിന്നെ കുറ്റപ്പെടുത്തണ്ട. ഇപ്പൊ നമ്മൾ വീട്ടിലുള്ളവരെല്ലാം കുറ്റപ്പെടുത്തൂല്ലേ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന്. പിന്നെ അത് പോരെങ്കിൽ നാട്ടിലേക്ക് കിടക്കും, അവിടെ നിന്നും പോരെങ്കിൽ പഴയ കൂട്ടുകാർ പറയും. എല്ലാവരും അന്ന് അയാളത് അങ്ങനെ പറഞ്ഞുകൊണ്ടാ ഞാൻ ഇങ്ങനെയായേ. എല്ലാ കാര്യത്തിലും പറയാറുണ്ട്. നമ്മളെല്ലാം അവനവന്റെ കുറ്റമല്ല, എല്ലാം മറ്റുള്ളവരുടെ കുറ്റമാണ്. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മുടെ മനസ്സ് വളരെ വിശാലമാകും. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ കർമ്മം കൊണ്ടാണ് എനിക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്, ഈ വീട്ടിൽ വന്ന് ഞാൻ ജനിച്ചത്, ഈ അച്ഛൻ്റെ അമ്മയുടെ മകനായി ജനിച്ചത് എൻ്റെ കർമ്മം കൊണ്ടാണ്. ഇനിയിപ്പോ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എൻ്റെ കർമ്മങ്ങളാണ്. എൻ്റെ വീട്ടിൽ എനിക്കുണ്ടായ കുട്ടികളും എൻ്റെ കർമ്മഫലത്തിന്റെ ഭാഗമാണ്. എല്ലാം എൻ്റെ കർമ്മഫലത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ വളരെയധികം സ്വസ്ഥത മനസ്സിന് ലഭിക്കും, ശാന്തി ലഭിക്കും. പിന്നെ ചിത്തശുദ്ധി ഉണ്ടാകും. വേണ്ടാത്തതൊന്നും ചെയ്യില്ല. കാരണം എന്ത് ചെയ്താലും അത് എനിക്ക് തന്നെയാണ് അതിന്റെ ഫലം വരിക എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിത്തശുദ്ധിയോടുകൂടി ധർമ്മത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് അവിടെ പറയുന്നു പ്രാരബ്ധ കർമ്മ. പ്രാരബ്ധം കർമ്മ കിം ഇതി ചേത്. പ്രാരബ്ധം കർമ്മ കിം ഇതി ചേത്. ഇതം ശരീരം ഉൽപാദ്യ
ഇതം ശരീരം ഉത്പാദ്യ ഇഹലോകേ ഏവം സുഖ ദുഃഖാദിപ്രദം യത് കർമ്മ, സുഖ ദുഃഖാദിപ്രദം യത് കർമ്മ തത് പ്രാരബ്ധം, യത് കർമ്മ തത് പ്രാരബ്ധം. പ്രാരബ്ധം കർമ്മ കിമിതി ചേത് ഇദം ശരീരം ഉൽപാദ്യ ഇഹലോകേ ഏവം സുഖ ദുഃഖാദിപ്രദം യത് കർമ്മ തത് പ്രാരബ്ധം. ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധ കർമ്മണാം ഭോഗാദേവ ക്ഷയ ഇതി. ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധ കർമ്മണാം ഭോഗാദേവ ക്ഷയ ഇതി. എന്താണ് പറയുന്നത് നോക്കാം. പ്രാരബ്ധ കർമ്മം എന്നാൽ എന്ത്? പ്രാരബ്ധം കർമ്മ കിമിതി ചേത് എന്ന് ചോദിച്ചാൽ സഞ്ചിതത്തിൽ നിന്ന് വെളിപ്പെട്ട ഒരു ചെറിയ അംശം, ആ വെളിപ്പെടുന്ന അംശം ഏതാണോ അതനുസരിച്ചാണ് ഏത് തരം ശരീരം, ഏത് തരം ഇന്ദ്രിയങ്ങൾ, ഏത് തരം മനസ്സ്, ഏത് തരം ജീവിത സാഹചര്യം എന്നിവ ഉണ്ടാകുന്നത്. ഇത് വലിയ ഒരു അറിവാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കും, ചില കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ കണ്ണില്ലാത്തതായിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് ഇല്ലാത്തതായിട്ടൊക്കെ ധാരാളം പല പല രീതിയിൽ, കൈയില്ലാത്ത, കാലില്ലാത്ത, കൈ വളഞ്ഞത്, കാല് വളഞ്ഞത്, അല്ലെങ്കിൽ മന്ദബുദ്ധിയായിട്ട്. അപ്പൊ ഇവിടെ പറയുന്നു, ഏത് തരം ശരീരം, ഏത് തരം ഇന്ദ്രിയം, ഏത് തരം മനസ്സ്, ഏത് തരം ജീവിത സാഹചര്യം. ഒരാൾ പണക്കാരന്റെ വീട്ടിൽ ജനിക്കുമ്പോൾ വേറൊരു കുഞ്ഞ് ചാക്കടയിൽ ജനിക്കുന്നു, വേറൊരു കുഞ്ഞ് കോളനിയിൽ ജനിക്കുന്നു, ഇല്ലേ? പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതാരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അവനവൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി. കാരണം ആ പ്രാരബ്ധം വെളിപ്പെടുമ്പോൾ അതാണ് നിശ്ചയിക്കുന്നത് ഏത് തരം ശരീരം, ഏത് തരം ഇന്ദ്രിയം, ഏത് തരം മനസ്സ്, ഏത് തരം ജീവിത സാഹചര്യം എന്നിവ. ഏത് മാതാപിതാക്കൾക്ക് നമ്മൾ ജനിക്കണം, ഏത് സമുദായത്തിൽ ജനിക്കണം, എത്ര ആയുസ് ഉണ്ടാകും, ഇതെല്ലാം നിശ്ചയിക്കുന്നത് പ്രാരബ്ധം ആണ്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ സഞ്ചിത കർമ്മത്തിൽ നിന്ന് വെളിപ്പെടുന്ന വളരെ 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 ചെറിയ ഒരു അംശം. സഞ്ചിതം അത്രമാത്രം ഉണ്ട്. ഇതം ശരീരം, ഈ ശരീരത്തെ ഉൽപാദ്യ, പാപമോ പുണ്യമോ കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട, പ്രാരബ്ധവശാലുള്ള ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഇതം ശരീരം, ഈ ശരീരം ഉൽപാദ്യ ഉണ്ടായിട്ട് ഇഹലോകെ, ഈ ലോകത്തിൽ, ഏവം ഈ വിധത്തിൽ, ഇഹലോകെ ഈ ലോകത്തിൽ, ഏവം ഈ വിധത്തിൽ, സുഖദുഃഖാദിപ്രദം സുഖങ്ങളെയും ദുഃഖങ്ങളെയും നൽകുന്ന യത് കർമ്മ ഏത് കർമ്മങ്ങളാണോ തത് പ്രാരബ്ധം, അത് പ്രാരബ്ധം. പാപപുണ്യഫലമായി ശരീരമുണ്ടായി ഈ ലോകത്തിൽ ഈ വിധത്തിൽ സുഖദുഃഖങ്ങളെ നൽകുന്ന ഏത് കർമ്മങ്ങളാണോ ഉള്ളത് ആ കർമ്മങ്ങളെ പ്രാരബ്ധം എന്ന് പറയുന്നു. ഈ ശരീരത്തിന് കാരണമായത്. ഇനി കർമ്മക്ഷയം അഥവാ നാശം, കർമ്മനാശത്തെയാണ് പറയാൻ പോകുന്നത്. ഭോഗേന നഷ്ടം ഭവതി പ്രാരബ്ധ കർമ്മണാം ഭോഗാദേവക്ഷയ ഇതി എന്നൊരു കാര്യത്തിലാണ്. അതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കർമ്മക്ഷയത്തെ എങ്ങനെ നോക്കാം. പ്രാരബ്ധം ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെയാണ്, അല്ലേ? ശരീരം കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ ശരീരം കിട്ടുന്നത്. ശരീരം കിട്ടിയ ശേഷമാണ് ജ്ഞാനം, അറിവിൽ കൂടി ജ്ഞാനിയാകുന്നതും അജ്ഞാനി അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ പ്രാരബ്ധം അനുഭവിച്ച് തീരണം, വേറെ വഴിയില്ല. അനുഭവിച്ച് തീർന്നേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അതായത് ശരീരം വൺസ് ക്രിയേറ്റ്, അത് തന്നെത്താൻ നശിക്കണം. അതുവരെ ഉള്ളത് എന്തോ അത് അനുഭവിച്ചേ തീരൂ, അതിന് ഒരു വഴിയും വേറെയില്ല. അതുകൊണ്ടാണ് വലിയ ജ്ഞാനികളായ ഗുരുക്കന്മാർ പോലും പല ശാരീരിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ ശാരീരിക ബുദ്ധിമുട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായി എന്നുള്ളതൊക്കെ. അതുപോലെ എല്ലാ ഗുരുക്കന്മാരെ നോക്കിയാലും അറിയാം, ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ലീസ്റ്റ് ബോധേണാണ് അതിനെക്കുറിച്ച്, അവരതിനെക്കുറിച്ച് വറി ചെയ്തിട്ടുമില്ല. പക്ഷെ ശിഷ്യന്മാര് ചിലപ്പോൾ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോകും ഒക്കെ ചെയ്യും. അതൊന്നും അവർ മിണ്ടില്ല, അവർ മിണ്ടാതിരിക്കത്തുള്ളൂ. എല്ലാം ആയിക്കോട്ടെ നോക്കി, ഒന്നിനും ഒരു എതിര് പറയില്ല, ഒന്നും പറയില്ല. അവരെല്ലാം ഇതെല്ലാം അവരൊരു നാടകം കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരത്തിന് സംഭവിക്കുന്നതും എവിടെയോ എന്തോ സംഭവിക്കുന്ന പോലെ അവർ കണ്ടുകൊണ്ടിരിക്കും. ആത്മാവിനെ ഇതൊന്നും ബാധിക്കില്ല എന്ന ആത്മനിഷ്ഠന്മാരാണ് അവർ.
ശരീരത്തിനെ പലതും ബാധിക്കും. അത് പോകുന്നിടം വരെ കാണും, കുറെ കഴിയുമ്പോൾ അത് പോകും. അപ്പോഴും ഞാനുണ്ട് എന്നവർക്കറിയാം, ആത്മാവായിട്ട് ഞാനുണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ട് ശാസ്ത്രത്തിൽ പറയുന്ന ഉദാഹരണം മുക്ത ഇഷുവത് എന്ന് പറയും. മുക്ത ഇഷുവത് എന്താണ് അതിന്റെ അർത്ഥം? മുക്ത ഇഷുവത്, തൊടുത്തുവിട്ട അമ്പ് പോലെ. ഇഷു എന്ന് പറഞ്ഞാൽ അമ്പ്, മുക്തം എന്ന് പറഞ്ഞാൽ തൊടുത്തുവിട്ടത്. തൊടുത്തുവിട്ട അമ്പ് പോലെയാണ് പ്രാരബ്ധം കൊണ്ടുണ്ടായ ശരീരം. തൊടുത്തുവിട്ട അമ്പ് പോലെയാണ് പ്രാരബ്ധം കൊണ്ടുണ്ടായ ശരീരം. തൊടുത്തുവിട്ട അമ്പ് എന്താ കാര്യം? അമ്പ് തൊടുത്ത് വിട്ടാൽ പിന്നെ അത് ലക്ഷ്യത്തിൽ പോയിട്ട് നിൽക്കുള്ളൂ. അത് ലക്ഷ്യത്തിന്റെ ഇടയിൽ ആരെങ്കിലും വന്നാൽ അവിടെ കൊള്ളുകയും ചെയ്യും. എന്തായാലും തൊടുത്ത് വിട്ടാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനകത്തൊരു കൺട്രോൾ ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ അതിന് കൺട്രോൾ ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ പ്രാരബ്ധം വെളിപ്പെട്ട് ശരീരമായാൽ പിന്നെ അവിടെ അത് അതിൻ്റെതായ പ്രവർത്തനം ചെയ്തേ മതിയാവുകയുള്ളൂ. തൊടുക്കുന്നത് വരെ, വില്ലിൽ നിന്ന് അമ്പ് തൊടുക്കുന്നത് വരെ ചോയ്സ് ഉണ്ട് നമുക്ക്. വേണമെങ്കിൽ വിടാം, വേണ്ടെങ്കിൽ വേണ്ട, ചോയ്സ് ഉണ്ട്. പക്ഷെ വൺസ് കയ്യിൽ നിന്ന് പിടിവിട്ട ശേഷം നമുക്കൊരു ചോയ്സും ഇല്ല, അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രാരബ്ധം. വെളിപ്പെട്ട് കഴിഞ്ഞാൽ ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെയാണ്. പ്രാരബ്ധം വെളിപ്പെട്ട് ശരീരമായി കഴിഞ്ഞാൽ ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെയാണ്. അവിടെ രണ്ടു കൂട്ടർക്കും ഒരുപോലെയാണ്, അനുഭവിച്ച് തന്നെ തീരണം. അപ്പോൾ പിന്നെ ജീവൻ മുക്തി എന്താണ്? അതാണ് അവിടുത്തെ ചോദ്യം. ജീവൻ മുക്തി എങ്ങനെ ഉണ്ടാകും? പ്രാരബ്ധം സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കുമല്ലോ. പിന്നെ എങ്ങനെയാ മുക്തനാവണേ എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു, പ്രാരബ്ധം സുഖദുഃഖങ്ങളുടെ അനുഭവത്തിനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കും. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കണേ, പ്രാരബ്ധം സുഖദുഃഖങ്ങൾക്കുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കും. പക്ഷേ സുഖദുഃഖങ്ങളെ മനസ്സിൽ എത്ര ആഴത്തിൽ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് നമ്മളാണ്. അവിടെയാണ് ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്. പ്രാരബ്ധങ്ങളെ അനുഭവിക്കാനുള്ള, സുഖദുഃഖങ്ങളെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എക്സ്റ്റേണലി. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? സുഖവും ദുഃഖവും നടക്കുന്നത് എവിടെയാണ്? മനസ്സിലാണ്. ഈ മനസ്സിൽ അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള ചോയ്സ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ആ സുഖദുഃഖങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന്. അപ്പോ പ്രാരബ്ധം കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാനാണ് ഇവിടെ ഇത് പറയുന്നത്. അത് മനസ്സിൽ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കും. ധനപരമായോ ശാരീരികമായോ പല സാഹചര്യങ്ങൾ പലർക്കും കാണും. അതിനെ മാനസികമായി സ്വീകരിക്കുന്നത് അത് പ്രാരബ്ധമല്ല, അതാണ് വിവേകം. മാനസികമായി സ്വീകരിക്കുന്നത് പ്രാരബ്ധമല്ല, പുറത്ത് കണ്ട സാഹചര്യങ്ങളും ആ സന്ദർഭങ്ങളെ ഉണ്ടാക്കുന്നതും എല്ലാം പ്രാരബ്ധമാണ്. അതിനെ എങ്ങനെ സ്വീകരിക്കണം മനസ്സിൽ എന്ന് നിശ്ചയിക്കുന്നത് പ്രാരബ്ധമല്ല, നമ്മളാണ്, നമ്മുടെ വിവേകമാണ്, മനസ്സാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾക്ക് ലോകത്തിൽ കാണാം. ഒരുപാട് കഷ്ടപ്പെട്ടുകളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അവർ സുഖമായി ചിരിച്ച് രസിച്ച് ഉറങ്ങി ഒക്കെ കാണാം. അതേസമയം നമ്മൾ നോക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും വളരെ നല്ല സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ ദുഃഖിക്കുന്നത് കാണാം. അപ്പൊ ഇതെവിടെയാ നടക്കുന്നത്? സുഖവും ദുഃഖവും അനുഭവത്തിൽ നടക്കുന്നത് മനസ്സിലാണ്. ആഴ്ന്ന മനസ്സില്, നല്ല ഉറച്ച ആഴ്ന്ന മനസ്സില്, ജ്ഞാനം നേടിയ മനസ്സില് ദുഃഖം, ആ പ്രാരബ്ധം വഴിക്കുള്ള സാഹചര്യങ്ങളിലുള്ള ദുഃഖം അത് കേറില്ല. അങ്ങനെ ദുഃഖമായിട്ട് കേറില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള താഴ്ന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന ദുഃഖമോ പ്രാരബ്ധം തരുന്നതാണോ? അല്ല, അയാളുടെ മനസ്സിൽ അയാൾ കയറ്റി വെക്കുന്നതാ. ജ്ഞാനി ഒരു ദുഃഖത്തെയും ദുഃഖമായി സ്വീകരിക്കില്ല. നമുക്കറിയാം, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അവർക്കൊക്കെ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ദുഃഖം എന്താണ്? അച്ഛൻ മരിക്കുക, അല്ലെങ്കിൽ അമ്മ മരിക്കുക, സഹോദരന്മാർ മരിക്കുക, ഭാര്യ മരിക്കുക, ഭർത്താവ് മരിക്കുക. ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ ദുഃഖം. ഈ ജ്ഞാനികൾക്ക് പലർക്കും അവരുടെ ബന്ധുക്കളും അവരുടെ അച്ഛനന്മാരും അമ്മമാരും ഒക്കെ മരിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും ദുഃഖപ്പെടത്തില്ല.
ഓരോ ആത്മാവ് ഓരോ ശരീരം കിട്ടി പ്രാരബ്ധമനുസരിച്ച് വരുന്നു, ഓരോ ശരീരങ്ങൾ വരുന്നു പോകുന്നു, എവിടെയൊക്കെ ജനിക്കുന്നു, ആരുടെയൊക്കെ മക്കളായി വരുന്നു. ഞാനും ഇതേമാതിരി എന്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞമാരും അവരും ഇതുപോലെ പ്രാരബ്ധത്താൽ വന്നവരാണ്. ഞാൻ അവരുടെ മകനായി ജനിച്ചത് എന്റെ പ്രാരബ്ധമാണ്. അവരുടെ സമയം കഴിഞ്ഞപ്പോൾ ഒരു ശരീരം വിട്ടുപോകുന്നു. ഞാനും എന്റെ പ്രാരബ്ധം കഴിയുമ്പോൾ ശരീരം വിടും. ഒരിക്കലും മരിക്കുന്നില്ല എന്ന് തിരിച്ചറിവോടുകൂടെ അവർ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ദുഃഖമൊന്നും ഇല്ല. അങ്ങനെ എത്രയോ ഗുരുനാഥന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നൊരു ഉദാഹരണം പറയുന്നത്, ഓരോ സാഹചര്യങ്ങളെ ഓരോരുത്തർ ഓരോ രീതിയിൽ നേരിടുന്നത് നമുക്ക് കാണാം. രാമായണത്തിൽ ശ്രീരാമേന്ദ്രസ്വാമി കാട്ടിൽ പോകുന്ന കരഞ്ഞുകൊണ്ടാണ്. നമുക്കൊക്കെ കരച്ചിലാണ്. ശ്രീരാമേന്ദ്രസ്വാമി കാട്ടിൽ പോകാൻ വേണ്ടി അവിടെ ഒരു സാഹചര്യം വന്നു. ദശരഥ മഹാരാജാവ് അങ്ങനെ ഓർഡർ ഇട്ടു, പോകണം എന്ന് പറഞ്ഞു. അദ്ദേഹം കരഞ്ഞു. കൈകേയിക്ക് സന്തോഷമായിരുന്നു, ശ്രീരാമചന്ദ്രസ്വാമി സന്തോഷമായിട്ട് പോയി. കൗസല്യക്ക് സങ്കടമായിരുന്നു, ലക്ഷ്മണന് ദേഷ്യമായിരുന്നു, ഭരതന് അമ്മയോട് വെറുപ്പായി പോയി. അപ്പൊ ഓരോരുത്തരുടെ മനസ്സിലും സംഭവിച്ചത് എന്താണ്? ഒറ്റ കാര്യമുള്ളൂ. എന്താ? ശ്രീരാമചന്ദ്രസ്വാമി കാട്ടിലേക്ക് പോകണം, അത് മാത്രമേ ഉള്ളൂ കാര്യം. ആ കാര്യത്തെ ഓരോ മനസ്സിലും അതെങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്? അതിൽ ശ്രീരാമചന്ദ്രസ്വാമിയാണ് നമുക്ക് ഈ ജ്ഞാനത്തെ കാണിച്ചു തരുന്നത്. സന്തോഷമായി സ്വീകരിക്കുന്നു ആ സന്ദർഭത്തെ. അത് അങ്ങനെ ആകണം, അങ്ങനെയാണ് വിധി, അങ്ങനെയാണ് അതിന്റെ നിശ്ചയം, ഈശ്വര നിശ്ചയം അതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനുണ്ട്. ജ്ഞാനം മുഖാന്തരം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ആ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ലക്ഷ്മണന് ദേഷ്യം വന്നു, ഭരതന് സങ്കടം വന്നു, കൈകേയിക്ക് വളരെ തൃപ്തിയായി. അപ്പോ മനസ്സിന്റെ പക്വതയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. മനസ്സിന്റെ പക്വതയനുസരിച്ചാണ് ഓരോ സാഹചര്യത്തെയും ഉൾക്കൊള്ളുന്നത്, ഓരോ ശോകത്തെയും ഓരോ സങ്കടത്തെയും ഉൾക്കൊള്ളുന്നത്. അപ്പൊ ആ മനപക്വത എങ്ങനെയാ വരിക? ഈ ജന്മത്തിലെ പ്രവൃത്തികളിൽ കൂടി പല അറിവുകൾ നേടി അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമുക്ക് ഈ മനപക്വത വരിക. അതിനാണ് സാധന. സാധന അതിനു വേണ്ടിയിട്ട്. എന്തിനാണ് ആത്മീയതയിലേക്ക് വരുന്നത്? സാധന ചെയ്യണം, സാധന ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് അറിഞ്ഞാൽ പോരാ. നമഃശിവായ ലഭിച്ചാൽ നല്ലതാണ്, അറിഞ്ഞാൽ മതിയോ? പോരാ, അത് സാധനയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഏകാദശി വ്രതം നല്ലതാണ് എന്ന് 10 പ്രാവശ്യം വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു ഏകാദശി വ്രതം ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവും. നമ്മൾ വായിക്കാത്തവരല്ല, നമ്മളെല്ലാം വായിച്ച് എന്തുമാത്രം വായിച്ചു കൂട്ടിയിട്ടുണ്ട് ഇത്രയും പ്രായത്തിനിടയ്ക്ക്. അതിലെത്ര നമ്മൾ പ്രാക്ടിക്കലായിട്ട് അപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട് എന്ന് നോക്കിയാൽ വളരെ തുച്ഛമാണ് എന്ന് കാണാം. രാവിലെ ഒരു മണിക്കൂർ സാധനയ്ക്ക് വേണ്ടി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതേസമയം ലൗകിക കാര്യങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ തന്നെ അറിയാം ഇതിന്റെ വാല്യൂ, സാധനയുടെ വാല്യൂ. നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അപ്പൊ അറിയാലോ വാല്യൂ എന്താന്ന്. അങ്ങനെ ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവും. ഉണ്ടായവരെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്കും ചെയ്യാൻ തോന്നാറില്ല. അപ്പോ ഭോഗേന നഷ്ടം ഭവതി എന്ന് പറയുന്നു. ഈ പ്രാരബ്ധം ഭോഗേന നഷ്ടം ഭവതി എന്ന് പറയുന്നു. ഭോഗം കൊണ്ട് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് കൊണ്ട്, കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നത് കൊണ്ട് നഷ്ടം ഭവതി, നശിക്കുന്നു, പ്രാരബ്ധം തീരുന്നു. അത് ശരിയാണ്, പ്രാരബ്ധം അനുഭവിച്ചാണ് തീരുന്നത്. സഞ്ചിതം അനുഭവിച്ച് തീർക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ ചോദ്യം. പ്രാരബ്ധം അനുഭവിച്ച് തീരുന്നു. അപ്പൊ ഒരാൾ പറയാണ്, എന്നാ പിന്നെ പ്രാരബ്ധം അനുഭവിച്ച് അങ്ങനെ അവസാനം മോക്ഷം വന്നോളൂല്ലോ, വലിയ ഇതങ്ങ് തീർന്നാ മതിയല്ലോ. ഇപ്പൊ ഈ പ്രാവശ്യം ശരീരം കിട്ടി, എല്ലാം അനുഭവിച്ചു, സങ്കടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു, തീർന്നു. അതോടുകൂടി തീർന്നല്ലോ, തീർന്നു. അടുത്ത ജന്മം വരുന്നു, കുറെ പ്രാരബ്ധം വരുന്നു, ശരി, അനുഭവിച്ചു, തീർന്നു. സുഖവും ദുഃഖവും ഒക്കെയാണ് അനുഭവിക്കും. ഒന്നിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, സാധാരണ പോലെ അങ്ങനെ പൊക്കോട്ടെ. ഈ പക്ഷികളൊക്കെ ജീവിക്കുന്നു, മൃഗങ്ങൾ ജീവിക്കുന്ന പോലെ അങ്ങ് പോവുക. അങ്ങനെ പറ്റുമോ? പറ്റില്ല. കാരണം പ്രവൃത്തി ചെയ്യുമ്പോൾ സഞ്ചിതമായ മറ്റേ ആഗാമി വരും, ആഗാമി സഞ്ചിതത്തിൽ കൂടും, തീരത്തില്ല, ഒരു കാലത്ത് തീരത്തില്ല. സഞ്ചിതം അനുഭവിച്ച് തീർക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം കോടിക്കണക്കിന് ജന്മം വേണം. അത്രയും ആർജിച്ചു വെച്ചിട്ടുണ്ട്, ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രാരബ്ധം അനുഭവിച്ച് തീർക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെയാണ് ജ്ഞാനം നേടുന്നതിന്റെ പ്രസക്തി. ഈ ഒരു ചോദ്യം വരുമ്പോഴാണ് ജ്ഞാനത്തിന്റെ വില. ജ്ഞാനം എന്തിനാണ് ജ്ഞാനം നേടുന്നത് എന്ന് പറയുമ്പോൾ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ജ്ഞാനം കൂടിയേ തീരും.
പ്രാരബ്ധത്തെ തീർക്കാം, സഞ്ചിതം നമ്മളെ ബാധിക്കാതിരിക്കും. വലിയ ഒരു അറിവാണ്. സഞ്ചിത കർമ്മം ജ്ഞാനിയെ ബാധിക്കില്ല. എങ്ങനെയാ? ശരീരം കൊടുക്കാൻ പറ്റില്ല, അവിടെ കാരണമായിട്ടൊന്നും കയറ്റിപ്പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ബ്രഹ്മം എന്നാണ് തിരിച്ചറിയുന്നത്, ഞാൻ ഈ ശരീരം എന്ന് തിരിച്ചറിയുന്നില്ല. ഞാൻ ബ്രഹ്മം, ഞാൻ ആത്മാ, ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഞാൻ. പിന്നെ അവിടെ എന്ത് ഒട്ടിപ്പിടിക്കാൻ? അവിടെ ഒന്നും ഒട്ടിപ്പിടിക്കാൻ പറ്റില്ല. അത് ജ്ഞാനാഗ്നി എന്ന് പറയും. അതില് സഞ്ചിതമെല്ലാം ദഹിച്ചു പോകുമെന്ന് പറയുന്നത്, സഞ്ചിതത്തിന് ഇവിടെ ഒരു രൂപം കൊടുക്കാൻ പറ്റില്ല, ഇവിടെ ഒരു ശരീരത്തെ കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആത്മാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനിയിൽ എങ്ങനെ ശരീരത്തെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഉള്ള ശരീരം പോയാൽ തീർന്നു, പിന്നെ അതിലോട്ട് പിടിപ്പിക്കാൻ പറ്റത്തില്ല. പിടിപ്പിക്കാൻ പറ്റുന്നത് അഹം എന്നുള്ള ആ ബുദ്ധി ഉള്ളപ്പോൾ മാത്രമേ പറ്റുള്ളൂ. കാരണ ശരീരത്തിൽ അഹം ഇരിക്കുമ്പോഴാണ് പ്രാരബ്ധം കൊണ്ട് സഞ്ചിതത്തിൽ നിന്ന് പ്രാരബ്ധമെടുത്ത് ശരീരം വരുന്നത്. അപ്പൊ ജ്ഞാനം നേടുന്നതിന്റെ പ്രസക്തിയാണ് ഇവിടെ മനസ്സിലാകേണ്ടത്. അപ്പൊ പറയാണ്, ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പ്രാരബ്ധം, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ പറയും, തമാശയായിട്ട് പറയും, ഇല്ല നിങ്ങൾ പേടിക്കണ്ട. ഒരു തമാശയായിട്ട് ഗുരുനാഥൻ പറയുന്നതാണ്, ഏയ് നിങ്ങളങ്ങനെ പേടിക്കണ്ട. എന്താ? അതെന്താ അങ്ങനെ പറയണേ? അല്ല, നിങ്ങൾ മരിക്കും, ഇപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാട് തീരുമല്ലോ, നിങ്ങൾ മരിക്കും, പേടിക്കണ്ട, മരിക്കും. ഞാൻ എന്നും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏയ് ഇല്ല, നിങ്ങൾ മരിക്കും എന്ന് തമാശ രൂപേണ പറയും. പക്ഷെ എന്തുണ്ടാവും? ജ്ഞാനം വന്നില്ലെങ്കിൽ വീണ്ടും ഒരു ജന്മം വരും, ആ സമയത്ത് വീണ്ടും ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രാരബ്ധ കർമ്മണാം ഭോഗാത് ഏവ ക്ഷയഃ. പ്രാരബ്ധ കർമ്മം അനുഭവിച്ച് മാത്രമേ നശിക്കുകയുള്ളൂ, വേറെ മാർഗമില്ല. അനുഭവിക്കാതെ പറ്റില്ല. അനുഭവിക്കുന്ന സമയത്തുള്ള മനോനിലയാണ് ഇവിടെ പ്രസക്തം. അനുഭവിക്കുന്ന സമയത്തുള്ള മാനസിക അവസ്ഥ, അതെങ്ങനെ സ്വീകരിക്കുന്നു മനസ്സിൽ എന്നുള്ളതാണ് ഇവിടെ വിഷയം. വെളിപ്പെട്ടത് അനുഭവിച്ചേ മതിയാകൂ. അതുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ പുതിയ ശരീരം കിട്ടാൻ കാലതാമസം വരും. അതും ശാസ്ത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇതെത്ര കാലം ജീവിക്കണം എന്ന് വിചാരിച്ചാണോ അവിടുന്ന് തൊടുത്തു വിട്ടത്, അതിന്റെ ആ കാലാവധി തീരുന്നതിന് മുന്നേ നമ്മൾ സ്വയം നശിപ്പിച്ചാൽ ആ കാലാവധി തീരുന്നത് വരെ ഇവിടെ ആ സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കേണ്ടി വരും. വേറൊരു ശരീരം ഇപ്പൊ കിട്ടില്ല, ഒരു സ്ഥൂല ശരീരം ഇപ്പൊ കിട്ടത്തില്ല. സൂക്ഷ്മ ശരീരത്തിൽ ആ കാലാവധി വരെ മുന്നോട്ട് പോയ ശേഷം മാത്രമേ സ്ഥൂല ശരീരം കിട്ടുള്ളൂ. അതാണ് ഈ പ്രേതം അലഞ്ഞു നടക്കണം അപ്പടി ഇപ്പടി എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഭാഷകളൊക്കെ തല്ലിപ്പുളി ആയതുകൊണ്ടാണ് ഈ പ്രേതം എന്ന് കാണുന്നത്. പ്രേതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ നിന്ന് വിട്ടത് എന്നേ അർത്ഥമുള്ളൂ. ശരീരത്തെ വിട്ടത്, സൂക്ഷ്മ ശരീരം എന്നുള്ളത് അർത്ഥമുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. വിട്ടത്, ഇവിടെ നിന്ന് വിട്ടത്, ഈ ശരീരത്തിൽ നിന്ന് വിട്ടത് എന്നേ അർത്ഥമുള്ളൂ. അതിനെ നമ്മൾ പേടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോ താഴെ വീഴുന്നത് വരെ പ്രാരബ്ധം, ഈ ശരീരം താഴെ പോകുന്നത് വരെ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനെ എങ്ങനെ സ്വീകരിക്കണം എന്നാണ് ജ്ഞാനം കൊണ്ട് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് വെയിലിൽ നല്ല സന്തോഷമായിട്ട് നടക്കും, വേറെ ചിലര് സ്വല്പം വെയിൽ തട്ടിയാൽ ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പൊ ഇതെല്ലാം, ചിലര് മഴയത്ത് നല്ല സന്തോഷമായിട്ട് നടക്കുന്നതാണ്, മഴ ഇഷ്ടമാണ്, ചിലർക്ക് മഞ്ഞിഷ്ടമാണ്, ചിലർക്ക് അത് കേൾക്കാനേ പാടില്ല. ഇതൊക്കെ മനസ്സിൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ പറയുന്നു, സഞ്ചിതം കർമ്മ ബ്രഹ്മൈവാഹമിതി ബ്രഹ്മ ഏവ അഹം ഇതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. അതാണ് പ്രധാനപ്പെട്ട ഒരു വാക്യം. സഞ്ചിതം കർമ്മ ബ്രഹ്മ ഏവ അഹം ഇതി ബ്രഹ്മ ഏവ അഹം ഇതി നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. ജ്ഞാനിക്ക് സഞ്ചിത കർമ്മം എന്താകും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സഞ്ചിത കർമ്മം ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ നശിക്കൂ. പ്രളയം പോലും സഞ്ചിത കർമ്മത്തെ കളയുകയില്ല. പ്രാരബ്ധം കുറേശ്ശെ എടുത്ത് തീർക്കാം, എന്നാൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാരണം ആഗാമി വന്ന് ഈ സഞ്ചിതത്തിൽ ചേർന്നുകൊണ്ടേ ഇരിക്കും. അതിനാൽ ഇത് റൈറ്റ് ഓഫ് ചെയ്യും. ഭഗവാൻ ഇത് റൈറ്റ് ഓഫ് ചെയ്തുമോ? അതും സാധ്യമല്ല, റൈറ്റ് ഓഫ് ചെയ്യാനും പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? അവനവൻ ജ്ഞാനം നേടി തന്നെ ആകണം. ഈശ്വരൻ റൈറ്റ് ഓഫ് ചെയ്ത് കളയത്തില്ല. അവനവൻ ജ്ഞാനം നേടി തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം. എന്ത് ജ്ഞാനം?
അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം, അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം നേടി വേണം നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോ ആ ജ്ഞാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. സമയമായി. അഹം ബ്രഹ്മാസ്മി എന്ന ജ്ഞാനം നമുക്ക് ലഭിക്കട്ടെ, അതിനുവേണ്ടി ശ്രമിക്കുക. സഞ്ചിത കർമ്മത്തെ അനുഭവിക്കുമ്പോൾ മനസ്സിൽ കർമ്മ തിയറിയെ ഓർക്കുക. ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. മനസ്സിൽ ഇതിനെയൊക്കെ വളരെ ലൈറ്റായിട്ട് എടുക്കുക. അങ്ങനെ ആ ശക്തി മനസ്സിന് കൊടുക്കുക. എനിക്ക് എന്തോ തെറ്റുകൊണ്ട് സംഭവിച്ചു പോയതാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ, ഇനി ഞാൻ അങ്ങനെ ആകില്ലെന്ന് വിചാരിച്ച് ഇതിനെയൊക്കെ വളരെ ലൈറ്റായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഹി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം. ഡോക്ടർ എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല?